മഹാരാഷ്ട്രയിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. തരംഗം. ആദ്യ ഫലസൂചനകളിൽ താനെയിലും പൂനെയിലും പ്രമുഖ നഗരങ്ങളിലുമെല്ലാം ബി.ജെ.പി. സഖ്യത്തിന് വലിയ മുന്നേറ്റമാണ്. മുംബൈ, പിംപ്രി, ചിഞ്ച്വാഡ് മുനിസിപ്പാലിറ്റികളിലും ബി.ജെ.പി. ലീഡ്. താക്കറെയുടെ കുടുംബാധിപത്യത്തിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, ഇപ്പോൾ വോട്ടെണ്ണൽ 1 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ, നാഗ്പൂർ, പൂനെ, താനെ, നവി മുംബൈ, ഭിവാണ്ടി, സംഭാജി നഗർ, സോളാപൂർ, പൻവേൽ, ലാത്തൂർ, ധൂലെ, കല്യാൺ എല്ലായിടത്തും ബി.ജെ.പിയുടെ വലിയ തരംഗം. വൻ വിജയത്തിലേക്ക് ബി.ജെ.പി. ശിവസേന ഷിൻഡെ സഖ്യം മാറുന്ന കാഴ്ചകൾ കാണുന്നു. വിവരങ്ങൾ. നീലിമ, മഹാരാഷ്ട്രയിൽ 29 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കാവി തരംഗം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം 29 സ്ഥലങ്ങളിലും ബി.ജെ.പി. ശിവസേന ഷിൻഡെ സഖ്യം മുന്നേറ്റം കാഴ്ചവെക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ മുംബൈയിലേക്ക് വരികയാണെങ്കിൽ നിലവിലിപ്പോൾ 83 ശിവസേന ഷിൻഡെ വിഭാഗവും ബി.ജെ.പി. ചേർന്ന മഹായുതി സഖ്യം ഇപ്പോൾ ലീഡ് ചെയ്യുന്നുണ്ട്. 67 ഉദ്ധവ് താക്കറെ, രാജ് താക്കറെ, എൻ.സി.പി. ശരത് പവാർ വിഭാഗം ലീഡ് ചെയ്യുന്നത്. 9 കോൺഗ്രസും ലീഡ് ചെയ്യുന്നുണ്ട്. 5 അതേഴ്സ്, മറ്റുള്ളവർ 5 ഇപ്പോൾ ലീഡ് ചെയ്യുന്ന കാഴ്ച കാണാം. ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഒരു ക്ലോസ് ഫൈറ്റ് നടക്കുന്നു എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാം. നേരത്തെ ഉണ്ടായിരുന്ന ലീഡ് നിലകൾ മാറിമറിഞ്ഞ് ഇപ്പോൾ 166 227 സീറ്റുകളിൽ 166 വോട്ടെണ്ണൽ തുടരുമ്പോൾ 83 ബി.ജെ.പി. സഖ്യം, 67 ഉദ്ധവ് താക്കറെ വിഭാഗം സഖ്യം, അതോടൊപ്പം 10 കോൺഗ്രസ് സഖ്യം എന്ന രീതിയിലാണ് ഇപ്പോൾ കണക്കുകൾ മുന്നോട്ട് പോകുന്നത്. കല്യാൺ ഡോംബിവലി മേഖലയിലേക്ക് വരികയാണെങ്കിൽ 20 ബി.ജെ.പി., പിംപ്രി ചിഞ്ച്വാഡിലേക്ക് വരികയാണെങ്കിൽ 31 ബി.ജെ.പി. സഖ്യം. മറ്റ് സ്ഥലങ്ങളിലെ കണക്കുകളും ഈ ഘട്ടത്തിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് പൂനെയിൽ ബി.ജെ.പി. വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. കാരണം പൂനെയിൽ ശരത് പവാറും അജിത് പവാറും അടങ്ങുന്ന സഖ്യം ഒരുമിച്ച് മത്സരിച്ച ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെയും ബി.ജെ.പി. സഖ്യം മുന്നേറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നാഗ്പൂരിലും താനെയിലും ബി.ജെ.പി. സഖ്യത്തിന് വൻ മുന്നേറ്റം എന്നുള്ളതാണ് പുറത്തുവരുന്ന വാർത്ത, ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന വാർത്ത. പക്ഷേ മുംബൈയെ സംബന്ധിച്ച് ഏറ്റവും അധികം വാശിയേറിയ പോരാട്ടം നടന്ന ബൃഹൻ മുംബൈയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ക്ലോസ് ഫൈറ്റാണ് നടക്കുന്നത് എന്ന് പറയേണ്ടി വരും. 83 ബി.ജെ.പി. സഖ്യം, 67 ഉദ്ധവ് താക്കറെ വിഭാഗം ലീഡ് ചെയ്യുന്നു. അതാണ് ഇപ്പോഴത്തെ സീറ്റ് നില. ശ്രീകാന്ത്, ഈ ഘട്ടത്തിൽ പറഞ്ഞു പോകേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ്, ഒപ്പം തന്നെ ശരത് പവാറിന്റെ ഒരു അപ്രമാദിത്വം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ? ആ ജനവിധി എങ്ങനെയായിരിക്കും? ഈ 2 നേതാക്കളെ സംബന്ധിച്ച് മറാഠ രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായ 2 ശക്തികളാണ്. എങ്ങനെയാണ് ഇതുവരെയുള്ള ഫലസൂചനകൾ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ ഒരു രാഷ്ട്രീയ ഭാവിയെ നമ്മൾ ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടത്? ഒരു കാലത്ത് ഹിന്ദു ഹൃദയ സാമ്രാട്ട് ബാലാസാഹേബ് താക്കറെയുടെ പേരിനൊപ്പം ചേർത്ത് വെച്ചതായിരുന്നു മുംബൈ എന്ന പേര്. എന്നാൽ അദ്ദേഹത്തിന്റെ അനന്തരവനോ അദ്ദേഹത്തിന്റെ മകനോ അത് കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹിന്ദുത്വ ശക്തികൾക്ക് വലിയ വേരോട്ടം ഉണ്ടായിരുന്ന സ്ഥലമാണ് ഈ മുംബൈ മേഖല. അവിടെ അതിൽ നിന്നും വിട്ടുമാറി രാജ്യദ്രോഹ ശക്തികൾക്കൊപ്പം, ഇന്ത്യ മുന്നണിക്കൊപ്പം ഈ 2 കൂട്ടരും പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിനുശേഷം അവർക്ക് കാര്യമായ മുന്നേറ്റം അവിടെ കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാമെന്നും മുംബൈ തിരിച്ചു പിടിക്കുമെന്നും അവർ പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുന്നോട്ട് വന്നത്. പക്ഷേ അവരുടെ പ്രകടനം അത്ര കണ്ട് ശോഭനമായിരുന്നില്ല, ശുഭകരമായിരുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. 67 സീറ്റിൽ മാത്രമാണ് ഇപ്പോൾ അവർ ലീഡ് ചെയ്യുന്നത്. 83 ബി.ജെ.പി. സഖ്യം ലീഡ് ചെയ്യുന്നു. ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് ഉദ്ദേശിച്ച ഒരു നേട്ടം കൈവരിക്കാൻ കഴിയാതെ പോയാൽ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ആ കൂട്ടുകെട്ട് തകർന്നടിയും. സ്വാഭാവികമായും ഇനിയൊരു പ്രതീക്ഷ ആ സഖ്യത്തിന് മുന്നോട്ട് പോകുന്നതിന്, അതായത് അവരുടെ കോട്ടകൊത്തളം എന്ന് പറയുന്ന മുംബൈയിൽ പോലും അവർക്ക് ആ സഖ്യത്തെ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ മറ്റിടങ്ങളിലൊക്കെ തന്നെ അത് പരാജയപ്പെടാൻ തന്നെയാണ് സാധ്യത. എന്തായാലും ഇനിയും കുറച്ച് സമയം കൂടിയുണ്ട്. 227 സീറ്റുകളാണ് ആകെയുള്ളത്. അതിൽ 166 മാത്രമാണ് ഇതുവരെ എണ്ണി കഴിഞ്ഞിട്ടുള്ളത്. അതിൽ എണ്ണിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ലീഡ് നിലയാണ് ഇപ്പോൾ പറഞ്ഞത്. 83 ബി.ജെ.പി. സഖ്യം, 67 ശിവസേന സഖ്യം. ഒപ്പം തന്നെ ശ്രീകാന്ത്, ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ നിന്നും വോട്ട് ചോരി ആരോപണമൊക്കെ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ 2017 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഈ വോട്ടിങ്ങിൽ
ഒരു കുറവാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. അതുമായി ബന്ധപ്പെട്ട് ചില പ്രതികരണങ്ങൾ വന്നത് വോട്ട് ചോരി ആരോപണം വരുന്നു, ഈ വോട്ടിംഗ് EVM-കളെ കുറ്റം പറയുന്നു. ഇന്നലെ ആദിത്യ താക്കറെയൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു. വോട്ടർമാർ വോട്ട് ചെയ്യാൻ വന്നു, പക്ഷേ വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ല എന്നതടക്കമുള്ള ചില പ്രസ്താവനകളൊക്കെ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയും ചെയ്തിരുന്നു. ശ്രീകാന്ത്, നീലിമ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ തന്നെ വോട്ട് ചോരി ആരോപണവുമായി നിലവിൽ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം അവർക്കറിയാം തോൽവിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത്. ഒരു മുൻകൂർ ജാമ്യം എന്ന നിലയിൽ അല്പസമയം മുമ്പ് അവരുടെ നേതാക്കൾ പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട്. വോട്ട് ചോരി നടത്തിയിരിക്കുന്നു, തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇതിനോടകം വന്നിട്ടുണ്ട്. അതായത് തോൽവിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് അവർക്ക് മനസ്സിലായി തുടങ്ങി എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് കിട്ടുന്ന വിവരം. നവി മുംബൈയിലേതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. 22ഇടത്ത് ബി ജെ പിയും 25ഇടത്ത് ശിവസേന ഷിൻഡെ വിഭാഗവും ലീഡ് ചെയ്യുന്നു. UBT ഉദ്ധവ് താക്കറെ രാജ് താക്കറെ വിഭാഗം സംപൂജ്യരായി നവി മുംബൈയിൽ എന്നുള്ള വാർത്ത കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതായത് അവരെവിടെയൊക്കെ മത്സരിച്ചോ, എവിടെയൊക്കെ സഖ്യം ചേർന്നോ അവിടെയെല്ലാം തിരിച്ചടി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും അവർ ഉയർത്താൻ സാധ്യതയുള്ള കാര്യമായിരുന്നു വോട്ട് ചോരി. അതവർ ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇനി അറിയേണ്ടത് 166 സീറ്റുകളിലെ ഈ ലീഡിനപ്പുറം ബാക്കി സീറ്റുകൾ കൂടി എണ്ണുമ്പോൾ ആരായിരിക്കും ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരിക്കുക എന്നുള്ളത്. തോറ്റാൽ താക്കറെ കുടുംബം, താക്കറെയുടെ ശക്തി, താക്കറെ കുടുംബത്തിന്റെ ശക്തി എന്നേക്കുമായി ഒരുപക്ഷെ ആ ബെൽറ്റിൽ ഇല്ലാതാകും. ശ്രീകാന്ത്, ഇപ്പോൾ വരുന്ന ഈ ലീഡ് നിലയിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. 70 വാർഡുകളിൽ BMCയിൽ 70 വാർഡുകളിൽ BJP മഹായുതി മുന്നേറുന്നു എന്ന വാർത്തകൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ അവിടെ നെക്ക് ടു നെക്ക് എന്ന് പറയുന്ന ആ ഒരു തലത്തിൽ നിന്നും അത് മാറിയിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. BJP വലിയ മുന്നേറ്റം അവിടെ നടത്തുന്നു എന്ന് ഉള്ള ട്രെൻഡാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശ്രീകാന്ത്, സിനിമ ഏറ്റവും പുതിയ ട്രെൻഡ് ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇതിൽ നിന്നും വരുന്നതല്ല. പക്ഷേ നിലവിലല്ലാതെ അവിടെ നിന്നുള്ള ലോക്കൽ മാധ്യമങ്ങൾ, പ്രാദേശിക മാധ്യമങ്ങളിൽ വരുന്ന വിവരമനുസരിച്ച് 83 സീറ്റുകളിൽ ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ 83 സീറ്റുകളിൽ BJP ശിവസേന സഖ്യം ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. 67ഇടത്ത് ഉദ്ധവ് താക്കറെ മഹാരാഷ്ട്ര നവനിർമ്മാണ സേന രാജ് താക്കറെ വിഭാഗവും ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. 10ഇടത്ത് കോൺഗ്രസും ലീഡ് ചെയ്യുന്നു. അതിൽ നിലവിൽ കാര്യമായ മാറ്റങ്ങളില്ല. അത് ഇനിയും സമയം കിടക്കുന്നു. 1.5 മണിക്കൂർ മാത്രമേ ആകുന്നുള്ളൂ ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ തുടങ്ങിയിട്ട്. സ്വാഭാവികമായും അല്പസമയത്തിനകം അതിന്റെ മറ്റു ട്രെൻഡുകൾ അറിഞ്ഞു തുടങ്ങും. ഇപ്പോൾ 83 BJP, 67 ശിവസേന. ഓക്കെ ശ്രീകാന്ത്, മഹാരാഷ്ട്ര മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ BJP വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ അതേസമയം തന്നെ ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ നടക്കുന്നു. അപ്പോഴും BJPക്ക് ശിവസേന ഷിൻഡെ വിഭാഗത്തിന് ഒരു മേൽക്കൈ ഉണ്ട് എന്നുള്ള വാർത്തകൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. അതുമായി ബന്ധപ്പെട്ട വിശദമായ വാർത്തകളിലേക്ക് തിരികെ എത്താം.